നടൻ സെയ്ഫ് അലി ഖാനെ ആക്രമിച്ച കേസിൽ പോലീസ് പ്രതിരോധത്തിലാകുന്നു. വിരലടയാളം പ്രതിയുടേതല്ല എന്ന വാർത്ത കൂടി പ്രചരിക്കുന്നുണ്ട്. അത് ശരിയല്ല എന്നാണ് പോലീസ് പറയുന്നത്. അന്തിമ ഫലത്തിനായി കാത്തിരിക്കുകയാണെന്ന് മുംബൈ DCP അറിയിച്ചു. CCTVയിലെ മുഖമല്ല അറസ്റ്റിലായ പ്രതിയുടേതെന്ന വാദം പൊളിക്കാൻ ശാസ്ത്രീയ പരിശോധനയും പോലീസ് നടത്തും. ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന് ചേരുന്നു. ശ്രീനാഥ്, ഗുഡ് മോർണിംഗ്. പറയൂ, ഇപ്പം ഇത് എങ്ങനെയാണ് ഈ ഒരു വാദഗതി പുറത്ത് പ്രചരിക്കാൻ തുടങ്ങിയത്? SK ഇന്നലെയാണ് പ്രതിയുടെ വിരലടയാളം അത് അവിടെ നിന്ന് ഈ സംഭവ സ്ഥലത്ത് നിന്ന് കിട്ടിയ വിരലടയാളവുമായി മാച്ച് ചെയ്യുന്നില്ല എന്നുള്ളൊരു വിവരം ഇന്നലെ പുറത്തു വന്നു. ഇന്നലെ ദേശീയ മാധ്യമങ്ങളൊക്കെ അത് കാര്യമായി തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. CID ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ലഭിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു വാർത്ത പുറത്തു വന്നത്. പക്ഷേ പോലീസ് ഈ ഒരു വിവരം ഇപ്പോൾ തള്ളുകയാണ്. പോലീസ് പറയുന്നത് ഇപ്പോഴും കേസ് മുംബൈ പോലീസിൻ്റെ കൈവശമാണ്. ഈ CID ഡിപ്പാർട്ട്മെൻറ്റിന് ഇതിലൊന്നും ചെയ്യാനില്ല. വിരലടയാളത്തിൻ്റെ അന്തിമ പരിശോധന ഫലം വരാനിരിക്കുന്നേ ഉള്ളൂ എന്നതൊക്കെയാണ് പോലീസ് പറയുന്നത്. 19 സാമ്പിളുകളാണ് ഈ സെയ്ഫ് അലി ഖാൻ്റെ ഫ്ലാറ്റിൽ നിന്ന് കണ്ടെടുത്തത്. ഈ 19 സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചു. ഒന്നുപോലും മാച്ച് ചെയ്തില്ല എന്നതാണ് ഇന്നലെ വന്ന വാർത്ത. അത് ശരിയാവുകയാണെങ്കിൽ കേസിൽ അന്വേഷണം വഴിമുട്ടുന്ന സാഹചര്യമാവും. ഇയാളല്ല പ്രതി എന്ന് പ്രതിഭാഗത്തിന് സ്ഥാപിക്കാൻ കഴിയുകയും ചെയ്യും. അത്തരമൊരു സാഹചര്യം ഒഴിവാകണമെങ്കിൽ അത് മാച്ച് ചെയ്യേണ്ടതുണ്ട്. അന്തിമ ഫലം വന്നാലേ അത് പറയാനാകൂ എന്നതാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. മാത്രമല്ല, ഈ കേസിലെ കൂടുതൽ ദുരൂഹമാക്കിയത് ഈ പുറത്തു വന്ന CCTV ദൃശ്യമാണ്. ഈ സംഭവത്തിന് ശേഷം പ്രതി രക്ഷപ്പെടുന്ന ഒരു ദൃശ്യം പുറത്തു വന്നിരുന്നു. ആ ദൃശ്യത്തിൽ കാണുന്ന ആളുമായി യാതൊരു സാമ്യവും ഇപ്പോൾ പിടിച്ച ആൾക്കില്ല എന്നതാണ് പ്രധാനമായി ഉയരുന്ന ഒരു ആരോപണം. നമുക്ക് ഒറ്റ നോട്ടത്തിൽ അതങ്ങനെ തന്നെയാണ് തോന്നുന്നത്. എന്നാൽ ഇത് ശാസ്ത്രീയമായി തെളിയിക്കേണ്ടതുണ്ട്. ഈ ദൃശ്യങ്ങളെ അനലൈസ് ചെയ്തുകൊണ്ട് വിദഗ്ധ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ അതിൽ ഒരു സ്ഥിരീകരണം വരുത്താൻ കഴിയൂ എന്നതാണ് പോലീസ് പറയുന്നത്. പക്ഷേ അപ്പോഴും ഒരു പ്രതിസന്ധി പോലീസിൻ്റെ കൈവശമുള്ളത്, ഇപ്പോൾ ഫ്ലാറ്റിൽ നിന്ന് കിട്ടിയ ആ കോറിഡോറിൽ നിന്ന് കിട്ടിയ CCTV ദൃശ്യത്തിന് വ്യക്തത പോരാ എന്നതാണ് പോലീസ് പറയുന്നത്. അതുകൊണ്ട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കിട്ടിയ മറ്റൊരു CCTV ദൃശ്യമുണ്ട്. അതായിരിക്കും ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കുക എന്നതാണ് പോലീസ് പറയുന്നത്. അങ്ങനെ ചുരുക്കത്തിൽ ഇപ്പോൾ പിടിയിലായ ആൾ തന്നെയാണ് പ്രതി എന്ന് പോലീസിന് അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാക്കാൻ പോലും ഇപ്പോൾ കഴിയുന്നില്ല. ആളുകൾക്കിടയിൽ വലിയ സംശയങ്ങൾ അങ്ങനെ തന്നെ നിലനിൽക്കുകയാണ്. ഓക്കെ, ശ്രീനാഥ് ചന്ദ്രനാണ് മുംബൈയിൽ നിന്ന് കാര്യങ്ങൾ പറഞ്ഞത്. സെയ്ഫ് അലി ഖാൻ്റെ അദ്ദേഹത്തിനേറ്റ അക്രമവുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ ബാക്കിയാകുന്നു.